ആലപ്പുഴയിലെ മട്ടാഞ്ചേരി പാലം മുതൽ കൊമ്മാടി പാലം വരെയുള്ള റോഡ് തിരുവനന്തപുരത്തെ മാനവീയം വീഥി മാതൃകയിലാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ജനങ്ങൾക്ക് വന്ന് സമയം ചെലവിടാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഏറ്റവും നല്ല ഇടമായി റോഡിനെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ ആറാട്ടുവഴി വെള്ളാപ്പള്ളി പോപ്പി പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. കനാൽ വൃത്തിയാക്കി ബോട്ടിങ്ങും വളപ്പ് മത്സ്യകൃഷിയും ഏർപ്പെടുത്താം. ആവശ്യത്തിന് ലൈറ്റിംഗ് സ്ഥാപിച്ച് റോഡിനെ മനോഹരമാക്കുന്നതിലൂടെ ടൂറിസം സാധ്യതകളും ഉപയോഗപ്പെടുത്താമെന്നും മന്ത്രി പറഞ്ഞു. ഫിഷറീസ്, സാംസ്കാരികം, ടൂറിസം വകുപ്പുകളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാൻ കഴിയും. ടൂറിസം വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് പദ്ധതിക്ക് വേണ്ട സഹായങ്ങൾ നൽകാമെന്നും മന്ത്രി ഉറപ്പു നൽകി. നിരവധിയായ പദ്ധതികളാണ് ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റ് കാലത്ത് നടന്നുവരുന്നത്. വെള്ളാപ്പള്ളി ആറാട്ടുവഴി പോപ്പി പാലങ്ങൾ GST ഉൾപ്പെടെ 9.76 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ MLA ഇവിടെ വിശദീകരിച്ചു. ആലപ്പുഴ നഗരത്തിൽ കനാലുകളുടെ സമഗ്രമായ നവീകരണം, അതിലൂടെ ജലഗതാഗതം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തിയാണ് 88 കോടി രൂപയ്ക്ക് പ്രധാനമന്ത്രി ലഭിച്ചത്. ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റാണ് ഇതിന് നിർമ്മാണത്തിന് നേതൃത്വം. വാടക്കനാലിന് കുറുകെ വെള്ളാപ്പള്ളിയിൽ ഇരുവശത്തും നടപ്പാതയോടുകൂടി 11 മീറ്റർ വീതിയിലും 15.65 മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിക്കുക. 3 പാലങ്ങൾക്കും കൂടി 9.76 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ MR പ്രേം, നഗരസഭാ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള ഭൂഗർഭപാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. 1.29 കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ഭൂഗർഭപാതയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഭൂഗർഭപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും യോഗം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനരികെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മന്ദിരത്തിന് സമീപത്തു നിന്നാണ് ഭൂഗർഭപാത മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തുടങ്ങുന്നത്. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡ് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് പാത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 18.576 മീറ്ററാണ് ഭൂഗർഭപാതയുടെ ആകെ നീളം. 5 മീറ്ററാണ് വീതി. ഉയരം 3.5 മീറ്ററും. പാതയിൽ ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കും. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും പാതയ്ക്കുള്ളിൽ ഒരുക്കും. 2 വർഷം മുമ്പ് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സെമിനാറിലാണ് സ്ഥലം MLA കൂടിയായ മന്ത്രി VN വാസവൻ ഭൂഗർഭപാത എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം ആരംഭിക്കാനാണ് നീക്കം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ജു മനോജ്, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ S ശങ്കർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് P പുന്നൂസ്, പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ജോസ് രാജൻ, കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P ശ്രീലേഖ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കമാകും. 2, 3, 4 തീയതികളിലായി കോഴിക്കോടാണ് സമ്മേളനം നടക്കുക. ശനിയാഴ്ച വൈകിട്ട് 5:30 ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ചേരുന്ന പൊതുസമ്മേളനം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് 4-ന് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ പരിപാടികൾ ആരംഭിക്കും. 3, 4 തീയതികളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ചെറുകിട കേബിൾ TV സംരംഭകരോട് വൈദ്യുതി ബോർഡ് കാട്ടുന്ന നിഷേധാത്മക നിലപാടുകളും കോർപ്പറേറ്റുകളുടെ അധിനിവേശം തുടങ്ങി മേഖല നേരിടുന്ന പ്രശ്നങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. കോഴിക്കോട് തളി ജൂബിലി ഹാളിലാണ് പ്രതിനിധി സമ്മേളനം.
പുഞ്ചക്കൊയ്ത്ത് ആരംഭിച്ചിട്ടും കളക്ടറേറ്റിൽ മുന്നൊരുക്ക യോഗം വിളിച്ചു ചേർക്കാത്തത് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറാകാത്തത് കൊയ്ത്ത് യന്ത്ര ഇടനിലക്കാരെ സഹായിക്കാനാണെന്നും MP ആരോപിച്ചു. UDF കുട്ടനാട് നിയോജക മണ്ഡലം നേതൃയോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ കുട്ടനാട്ടിൽ നിന്ന് നമ്മുടെ യോഗങ്ങൾ ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് രാമഗിരിയിൽ നിന്ന് ഈ നിയോജകമണ്ഡലത്തിലെ ഏതാണ്ട് 120ഓളം വരുന്ന UDF നേതാക്കന്മാർ സമ്മേളിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരിയിലും വൈകുന്നേരം ചെങ്ങന്നൂരിലും ഇന്ന് യോഗം വെച്ചിട്ടുണ്ട്. നാളെ പത്തനാപുരത്ത് കൊട്ടാരക്കരയിലും മറ്റന്നാൾ കുന്നത്തൂരും മാവേലിക്കരയിലുമായി നമ്മൾ ഈ 7 നേതൃത്വ യോഗങ്ങൾ പൂർത്തിയാക്കും. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ 140 ഏതാണ്ട് 120ഓളം വരുന്ന മണ്ഡല പ്രസിഡന്റുമാരുടെ യോഗം ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 10-12 മണ്ഡല പ്രസിഡന്റുമാർ വിളിച്ച് എല്ലാവരും ആ യോഗത്തിൽ സംബന്ധിച്ചത്. UDF നേതൃത്വ യോഗം 150ഓളം പേര് നമ്മൾ പങ്കെടുത്തു. KPCC നിർവാഹക സമിതി അംഗം ടോമി കല്ലാനി നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് ചേക്കോടൻ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS രഘുറാം, തങ്കച്ചൻ വാഴച്ചിറ, സജി ജോസഫ്, അഡ്വക്കേറ്റ് തോമസ് ചാക്കോ, CB രാജീവ്, ജോർജ് മാത്യു പഞ്ഞിമരം, K ഗോപകുമാർ, PT സ്കറിയ, JT റാംസെ, അഡ്വക്കേറ്റ് പ്രതാപൻ പറവേലി തുടങ്ങിയവർ സംസാരിച്ചു. കളർകോട് ഗവൺമെന്റ് UP സ്കൂളിൽ 2 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബഹുനില കെട്ടിടം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ സ്കൂളുകൾക്കും ഭൗതിക സാഹചര്യമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കഴിഞ്ഞ 7 വർഷം കൊണ്ട് 5500 കോടി രൂപയാണ് ഇടതുപക്ഷ സർക്കാർ ചെലവഴിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓരോ മണ്ഡലത്തിലെയും 75% സ്കൂളുകളിൽ കെട്ടിടം പണിത് 7 വർഷം കൊണ്ട് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി. അവശേഷിക്കുന്ന സ്കൂളുകളിലും 2 വർഷം കൊണ്ട് ഈ സൗകര്യങ്ങൾ ഒരുക്കും. സ്ഥലപരിമിതി കൊണ്ടും ഭൗതിക സാഹചര്യങ്ങളുടെ കുറവുകൾ കൊണ്ടും സ്കൂളുകൾ വീർപ്പുമുട്ടിയിരുന്ന സന്ദർഭത്തിലാണ് 2016 അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. ഇതുവഴി സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ 3000 കോടി രൂപ ചെലവിട്ടതായും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഇല്ല. 22,000 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 22,000 കോടി. നമ്മുടെ കുട്ടികൾ എവിടെ വരെ പഠിക്കാൻ കഴിയുമോ അവിടെ വരെയുള്ള ആധുനിക വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കുകയാണ്. ഈ അക്കാദമിക് നിലവാരന്മാരുടെ ഫലമായി പൂട്ടപ്പെടാൻ പോയ സ്കൂളുകളൊക്കെ ഇന്ന് ശാക്തീകരിച്ചു. എല്ലാ സ്കൂളുകളും ഇന്ന് കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. ഞാനൊരു സ്കൂളിന്റെ കാര്യം ഓർക്കുകയാണ്. 32 കുട്ടികളുമായി പൂട്ടാൻ പോയി എന്റെ മണ്ഡലത്തിൽ സ്കൂളുണ്ടായിരുന്നു, പെണ്ണുക്കര UPS. അവിടെ കുട്ടികളുടെ രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും വിളിച്ചു ചേർത്ത് ഞാൻ പറഞ്ഞു, അതിപ്രസിദ്ധമായ ഒരു സ്കൂളാണ്, ഇത് പൂട്ടിപ്പോകും, എനിക്ക് എന്താണ് വേണ്ടത്? നമുക്ക് കെട്ടിടം വേണം, ടോയ്ലറ്റ് ഇല്ല, കുട്ടികൾ കളിക്കാൻ സ്ഥലമില്ല, സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും. 1-ാം നിലയിൽ 5 ക്ലാസ് മുറികൾ, ലാബ്, സ്റ്റെയർ കേസ്, വരാന്ത എന്നിവയും 2-ാം നിലയിൽ 5 ക്ലാസ് മുറികൾ, സ്റ്റെയർ കേസ്, വരാന്ത, 4 ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവയുമായി 4058 ചതുരശ്രയടി വീതമാണ് ഇരുനിലകളുടെയും വിസ്തീർണം. സ്മാർട്ട് ക്ലാസ് മുറികളായി മാറ്റാവുന്ന വിധത്തിൽ കമ്പ്യൂട്ടർ, പ്രൊജക്ടർ പോയിന്റുകൾ എന്നിവ എല്ലാ ക്ലാസ് മുറികളിലും ഒരുക്കിയിട്ടുണ്ട്. 828 ചതുരശ്രയടിയിൽ കമാന ആകൃതിയിൽ പോർച്ച്, ഭിന്നശേഷിക്കാർക്ക് റാമ്പ്, ഗേറ്റ്, സ്കൂളിന്റെ പേരെഴുതിയ ബോർഡ്, ക്ലാസ് മുറികളിൽ ബോർഡ് എന്നിവയും സ്ഥാപിച്ചു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ H. സലാം MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, സ്ഥിരം സമിതി അധ്യക്ഷരായ R. വിനീത, MR. പ്രേം, AS. കവിത, നഗരസഭാംഗങ്ങൾ AEO MK ശോഭന, സ്കൂൾ ഹെഡ്മിസ്ട്രസ് M. നസിയ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഹാൽ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. കഴിഞ്ഞ ദിവസം എടത്വ, മങ്കൊമ്പ്, രാമങ്കരി എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണമാണ് അരുൺകുമാറിന് നൽകിയത്. വ്യാഴാഴ്ച രാവിലെ ചൂനാട് മാർക്കറ്റിൽ നിന്നാണ് അരുൺകുമാർ പ്രചാരണം ആരംഭിച്ചത്. തുടർന്ന് താമരക്കുളം, ആദിക്കാട്ടുകുളങ്ങര,
നൂറനാട്, ചാരുമൂട്, മാങ്കാക്കുഴി, മാവേലിക്കര ടൗൺ എന്നിവിടങ്ങളിലെത്തി. എല്ലാ സ്ഥലത്തും ആവേശോജ്വലമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ സന്ദർശനം നടത്തിയ അരുൺകുമാർ വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരനെയും കണ്ടു. തുടർന്ന് എടത്വ ടൗണിലെ സ്ഥാപനങ്ങളും സന്ദർശിച്ച് വോട്ട് തേടി. എടത്വയിൽ നിന്ന് ചമ്പക്കുളം വഴി മങ്കൊമ്പിലെത്തിച്ചേർന്ന അരുൺകുമാറിന് LDF നേതാക്കൾ മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ സ്വീകരണമൊരുക്കി. LDF കുട്ടനാട് മണ്ഡലം കൺവീനർ KK അശോകൻ, CPIM തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ, ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ, P സജിമോൻ, S സുധിമോൻ, TG ജലജകുമാരി, CPI നേതാക്കളായ B ലാലി, തോമസ് ജോസഫ്, MS ശ്രീകാന്ത്, M സന്തോഷ് കുമാർ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാക്കളായ ജേക്കബ് സാണ്ടർ, അഗസ്റ്റിൻ ജോസഫ് തുടങ്ങിയവർ മങ്കൊമ്പിലെ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് രാമങ്കരിയിലെത്തിയ സ്ഥാനാർത്ഥി വ്യവസായ സ്ഥാപനങ്ങളും വീടുകളും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് മടങ്ങിയത്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി കുടുംബങ്ങളിലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെയും കുടുംബത്തിന്റെയും വക ഗംഭീര സ്വീകരണം. നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുകരയിൽ രുചി കാറ്ററിംഗ് യൂണിറ്റിന് നേതൃത്വം നൽകുന്ന ഷീല ദേവരാജനെയും 40 അംഗ വനിതാ കാറ്ററിംഗ് ടീമിനെയുമാണ് വ്യാഴാഴ്ച ഗവർണർ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചു വരുത്തി ആദരിച്ചത്. ഷീല ദേവരാജന് പ്രത്യേക അപ്രീസിയേഷൻ ലെറ്റർ നൽകിയ ഗവർണർ തന്റെ അതിഥികൾക്ക് നേരിട്ട് ഉച്ചഭക്ഷണം വിളമ്പി നൽകുകയും ഭാര്യാസമേതം എല്ലാവരോടും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു. കുട്ടനാട്ടിൽ നിന്ന് പ്രത്യേക ബസ് പിടിച്ചാണ് സംഘം രാജ്ഭവനിലെത്തി മടങ്ങിയത്. ഷീലയുടെ ഭർത്താവായ MP ദേവരാജന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ റേഷൻ കട നടത്തിയിരുന്നത് ഷീല ദേവരാജനാണ്. റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന വീട്ടമ്മമാർ തങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾ ഷീലയുമായി പങ്കുവച്ചിരുന്നു. പലരും ഇത്തരത്തിൽ തങ്ങളുടെ വിഷമങ്ങൾ പങ്കുവച്ചപ്പോൾ ഭർത്താക്കന്മാർക്ക് ജോലിയില്ലെങ്കിലും വീട് പട്ടിണിയാകാതിരിക്കാൻ ഒരു വരുമാനമാർഗമെന്ന നിലയിൽ സദ്യകൾ വിളമ്പുന്ന ജോലി ഏറ്റെടുത്ത് ചെയ്യുക എന്ന ആശയം ഷീല മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് 2020 ഫെബ്രുവരിയിൽ കാറ്ററിംഗ് യൂണിറ്റ് ആരംഭിക്കുന്നത്. പല കുടുംബങ്ങളുടെയും സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ ഇത് വലിയ സഹായമായി. 500 മുതൽ 1000 രൂപ വരെ വരുമാനം ലഭിക്കുന്ന വീട്ടമ്മമാരുണ്ട്. ഒട്ടേറെ കുടുംബങ്ങൾക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുക്കാനും ആത്മാഭിമാനത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ടു പോകാനും വഴിതെളിച്ച ഷീല ദേവരാജനെയും കാറ്ററിംഗ് സംഘത്തെയും കുറിച്ചറിഞ്ഞ ഗവർണർ ഇവരെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ദന്തപരിചരണ രംഗത്ത് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി J&J ദന്ത് കെയർ ദന്താശുപത്രി നെടുമുടി ബോട്ട് ജെട്ടിക്ക് സമീപം പഞ്ഞിമരം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. മാർച്ച് 2 ശനിയാഴ്ച വൈകിട്ട് 5-ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 32ാം ആലപ്പുഴ ജില്ലാ സമ്മേളനം മാർച്ച് 7, 8, 9 തീയതികളിൽ ചേർത്തല SS കലാമന്ദിറിൽ നടക്കും. ഇതിനു മുന്നോടിയായി മാർച്ച് 1 പതാക ദിനമായി ആചരിച്ചു. പതാക ദിനത്തിൽ മങ്കൊമ്പ് സബ് ട്രഷറിക്ക് മുന്നിൽ KSSPU ചമ്പക്കുളം വെളിയനാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായി പതാക ഉയർത്തി. ചമ്പക്കുളം ബ്ലോക്ക് രക്ഷാധികാരി NP ജെയിംസാണ് പതാക ഉയർത്തിയത്. TS പ്രദീപ് കുമാർ, അഗസ്റ്റിൻ ജോസ്, PC ഫ്രാൻസിസ്, PK ഭാർഗവൻ എന്നിവർ സംസാരിച്ചു. പുളിങ്ങുന്ന് കണ്ണാടി മാരാട ഗവൺമെന്റ് UP സ്കൂളിന്റെ 123ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ സംഗമവും വെള്ളിയാഴ്ച നടന്നു. വർണ്ണോത്സവം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സിനിമ സീരിയൽ താരം പുന്നപ്ര മനോജ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവിടെ ഞാനൊരു പ്രോഗ്രാമിൽ പോയപ്പോൾ ഇങ്ങനെ കുട്ടികളെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ തകഴി എന്ന് പറയുന്ന സ്ഥലത്ത് ലോക പ്രശസ്തനായ ഒരു വിശ്വസാഹിത്യകാരനുണ്ടെന്ന് പറഞ്ഞു, അറിയാവോ? അപ്പൊ അവിടെ ആർക്കും അറിയത്തില്ല. ഇപ്പൊ എന്തിനും ക്ലൂ വേണമല്ലോ, അപ്പം സാറേ ഒരു ക്ലൂ തരാൻ പറഞ്ഞു. ഞാൻ ക്ലൂ കൊടുത്തു. അദ്ദേഹത്തിന്റെ പേരിന്റെ മക്കളെ കേട്ടോ, അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരം തുടങ്ങുന്നത് തകഴി എന്ന പേരിലാണെന്ന് പറഞ്ഞു. ഒരു സ്ഥലപ്പേരാണെന്ന് പറഞ്ഞു. എന്നിട്ടും ആരും പറയുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, രണ്ടാമത്തെ ക്ലൂ കൊടുത്തു. അദ്ദേഹത്തിന്റെ പേരിന്റെ രണ്ടാമത്തെ അക്ഷരം തുടങ്ങുന്നത് ഒരു ഹിന്ദു ദൈവത്തിന്റെ പേരിലാന്ന് പറഞ്ഞു. ആദ്യം തകഴി എന്ന് പറഞ്ഞു, രണ്ടാമത് തുടങ്ങുന്നത് ഹിന്ദു ദൈവത്തിന്റെ പേരിലാന്ന് പറഞ്ഞു. അപ്പോഴാരും ഒന്നും പറഞ്ഞില്ല. അവസാനത്തെ ക്ലൂ കൊടുത്തു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാന അക്ഷരം തുടങ്ങുന്നത് കൊട്ടാരക്കരയിൽ ജയിച്ച മന്ത്രിയുടെ പേരാണ്. അദ്ദേഹത്തിന്റെ മകൻ ഏഷ്യാനെറ്റിലെ ആങ്കറാണെന്ന് പറഞ്ഞു. രാവിലെ 10-ന് ആരംഭിച്ച വാർഷിക സമ്മേളനത്തിൽ SMC ചെയർമാൻ MR മഹേഷ് അധ്യക്ഷനായി. സ്റ്റാഫ് സെക്രട്ടറി ജയലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ ജോഷി കൊല്ലാറ മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ് മിസ്ട്രസ് മിനിമോൾ ഫ്രാൻസിസ്,
മുൻ ഹെഡ്മാസ്റ്റർ വി തവാൻ, CRCC കോർഡിനേറ്റർ PS ശ്രീജിത്ത്, അധ്യാപിക PK സഞ്ജു, സ്കൂൾ ലീഡർ ശ്രീനന്ദ മതീഷ് എന്നിവർ സംസാരിച്ചു. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുളിങ്ങുന്ന സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നായി 23 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. പുളിങ്ങുന്ന് KE കാർമൽ ICSE സ്കൂൾ വിദ്യാർത്ഥി ഗൗതം 1ാം സ്ഥാനം കരസ്ഥമാക്കി. മിത്രക്കരി സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥി അദ്വൈതിനാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനം പുളിങ്ങുന്ന് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സൂര്യനാഥ് കരസ്ഥമാക്കി. ചാക്കോ ദേവസ്യ വെള്ളത്തോട്ടമായിരുന്നു ക്വിസ് മാസ്റ്റർ. ഹെഡ്മാസ്റ്റർ ഷാജി തോമസ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസഫ് തേവലശ്ശേരി CMI, ഫാദർ ജസ്റ്റിൻ V ജോസഫ് വാളംപറമ്പിൽ CMI എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. പുളിങ്ങുന്ന് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന ഫാദർ മാത്തുക്കുട്ടി ഫിലിപ്പ് വെത്തുവട്ടിക്കൽ CMIയുടെ സ്മരണാർത്ഥം 1986 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ ഏർപ്പെടുത്തിയതാണ് ക്വിസ് മത്സരം. മാന്നാർ മേൽപ്പാടം CMS LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ തണലിൽ ഇത്തിരി നേരം പരിപാടി ശ്രദ്ധേയമായി. മരങ്ങളെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി പാട്ടുപാടിയും പ്രതിജ്ഞയെടുത്തും അധ്യാപകരും വിദ്യാർത്ഥികളും വള്ളക്കാലി ജംഗ്ഷനിൽ ഒത്തുചേർന്നു. മരങ്ങളും ചെടികളും നട്ടു പരിപാലിക്കുമെന്നും വരും തലമുറയ്ക്ക് വേണ്ടി പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിച്ചു കൊള്ളാമെന്നും പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യുകയില്ലെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് മെമ്പർ സുനിത എബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സിൻഡിക്കേറ്റ് ബാങ്ക് മാനേജറുമായ ഐസൻ എബ്രഹാമിന് പ്രഥമാധ്യാപിക ഷേർലി വൃക്ഷത്തൈ സമ്മാനിച്ചു. തുടർന്ന് കുട്ടികളും അധ്യാപകരും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പൊതു അറിയിപ്പുകളും ഒഴിവുകളും സംബന്ധിച്ച വാർത്തകൾ ഇനി മുതൽ KCB ന്യൂസിൽ പ്രേക്ഷകർക്ക് കാണാം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളിലേക്ക്. കുട്ടനാട് താലൂക്കിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ധനസഹായത്തിന് നൽകിയ അപേക്ഷയുടെ ന്യൂനതകൾ മൂലം സഹായം ലഭിക്കാത്തവർക്കായി അദാലത്ത് നടത്തുന്നു. താലൂക്കിലെ എല്ലാ വില്ലേജിലും മാർച്ച് 4-ന് പകൽ 10 മുതൽ നടത്തുന്ന അദാലത്തിലേക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ധനസഹായം ലഭിക്കാത്ത അപേക്ഷകർ റേഷൻ കാർഡ്, ആധാർ കാർഡ്, അപേക്ഷയിൽ കാണിച്ചിരിക്കുന്ന അക്കൗണ്ട് നമ്പറുള്ള ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. അസാബ് കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ടാലി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. GSTയുടെ അടിസ്ഥാന കാര്യങ്ങൾ മുതൽ ടാലി ഉപയോഗിച്ചുള്ള GSTയുടെ പ്രാക്ടിക്കലുകൾ വരെയുള്ള മൊഡ്യൂളുകളാണ് കോഴ്സിൽ പരിശീലനം നൽകുന്നത്. 45 മണിക്കൂർ ദൈർഘ്യമുള്ള കോഴ്സിൽ അവസാന വർഷ കൊമേഴ്സ് ബിരുദ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കുന്നന്താനം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെച്ചാണ് കോഴ്സ് നടത്തപ്പെടുക. 30 സീറ്റുകൾ ലഭ്യമാണ്. കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് ടാലി അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഫീസ് 8100 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് 79944979989 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നതിന് മാർച്ച് 6-ന് വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ അന്നേ ദിവസം രാവിലെ 10:30 മുമ്പ് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്ന ഇന്റർവ്യൂവിന് ഹാജരാവണം. ഉയർന്ന പ്രായപരിധി 2024 മാർച്ച് 1-ന് 45 വയസ്സ്. യോഗ്യത MBBS ബിരുദം, TCMC രജിസ്ട്രേഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് 0469268308 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5750 രൂപ, പവന് 46,000 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.